സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഒരുപാട് പുരോഗമന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനം നവോത്ഥാനത്തിൻ്റെ നായകന്മാർ തങ്ങളാണ് എന്ന് തന്നെയാണ് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയാറുള്ളത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി മനുഷ്യമതിൽ കെട്ടുകയും പിന്നീട് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പോലീസിൻ്റെ യൂണിഫോമിൽ നട്ടപ്പാതിരയ്ക്ക് ശബരിമലയിൽ ആരോരും അറിയാതെ കൊണ്ടുപോയി തൊഴുവിച്ച് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചു. അത് നവോത്ഥാനത്തിൻ്റെ പേരിലാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിണറായി വിജയൻ്റെ പാർശ്വവർത്തികളുമെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലടക്കം ആ വിഷയത്തിൽ സത്യവാങ്മൂലം കൊടുത്തത്. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് പറയുന്ന മന്ത്രി അപ്പൂപ്പൻ വി ശിവൻകുട്ടിയും അതുപോലെ എ റഹീമും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമെല്ലാം ചേർന്ന് ഒരു കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു. പുലിവാൽ കല്യാണം എന്നൊരു സിനിമയാണ് ഈ കല്യാണം കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്നത്. അക്ഷരാർത്ഥത്തിൽ അത് പുലിവാൽ കല്യാണമായി മാറിയിരിക്കുന്നു. കുംഭമേളയിൽ മാല വിറ്റ് നടന്ന ഒരു വെള്ളാരങ്കലുള്ള സുന്ദരിയെ അന്ന് ലോകം മുഴുവൻ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളാരം കല്ലുള്ള സുന്ദരിയാണ് കേരളത്തിലെത്തി ഒരു അന്യമതസ്ഥൻ, അതായത് വെള്ളാരം കല്ലുള്ള ആ കണ്ണുള്ള സുന്ദരി ഹിന്ദു മതവിശ്വാസിയാണ്, ഹിന്ദു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരനുമൊത്ത് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ വെച്ച് അപ്പൂപ്പൻ മന്ത്രിയും എ റഹീമും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമെല്ലാം ചേർന്ന് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം യുവാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു കല്യാണം നടത്തുകയുണ്ടായി. അത് കേരളത്തിലെ മാധ്യമങ്ങളെമ്പാടും ചർച്ച ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അത് പുലിവാൽ കല്യാണമായിരിക്കുന്നു. പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശിൽ നിന്നും ഇപ്പോൾ പോലീസ് കേരളത്തിൽ എത്തിയിരിക്കുന്നു. പോലീസ് വരും എന്ന് മണത്തറിഞ്ഞുകൊണ്ട് തന്നെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഫർമാൻ ഖാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും തന്നെ ഈ 20-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നു. മധ്യപ്രദേശിലെ പോലീസ് കേരള പോലീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ പുലിവാൽ കല്യാണമായി. നവോത്ഥാന നായകന്മാരാണ് തങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി MV ഗോവിന്ദനും അപ്പൂപ്പൻ മന്ത്രിയും എ റഹീമും നടത്തിയ ഈ കല്യാണം ശൈശവ വിവാഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പോക്സോ കേസെടുക്കാൻ പറ്റിയ തരത്തിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. രാജാറാം മോഹൻ റോയ് മുൻപ് എന്തിനു വേണ്ടിയാണോ ശൈശവ വിവാഹത്തിനും സതി നിർത്തലാക്കുന്നതിനു വേണ്ടി എല്ലാം പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് എത്തിയ ഇവർക്ക് വേണ്ടി ഈ കല്യാണം നടത്തി കൊടുത്തിയത് വേണ്ടത്ര ആലോചനകളില്ലാതെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പുലിവാൽ പിടിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അപ്പൂപ്പൻ മന്ത്രിയും എ റഹീമും എല്ലാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്താണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇതുപോലെ ധാരാളം കല്യാണങ്ങൾ നമ്മളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇപ്പം മുൻപ് ഏറ്റവും കൂടുതൽ ഒട്ടൊരുത്തായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ഹൈദരാബാദ് ആന്ധ്രയിൽ നിന്നാണ്. അറബിക് കല്യാണം എന്നും പറഞ്ഞ് വിദേശത്തുള്ളവർ ഇവിടെ വന്ന് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ 2 കാരണങ്ങളുണ്ട്. പ്രായം കഴിഞ്ഞ പെൺകുട്ടികളാണ്, മറ്റ് അപകടങ്ങളൊന്നുമില്ല, വിചാരം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം കല്യാണം കഴിച്ചിരുന്നൊരു കാലമുണ്ട്. അതിനെതിരായി നിയമങ്ങൾ പലതും വന്നു, കുറേയൊക്കെ നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ഉദ്ദേശമാണെന്ന് ഇപ്പോഴും നമുക്കറിയാൻ പറ്റില്ല. ഈ പെൺകുട്ടി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഈ പെൺകുട്ടി ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഉടൻ, ലൈംലൈറ്റിലേക്ക് വന്ന ഉടൻ തനിക്കിത് മുതൽക്കൂട്ടാകും എന്ന്, അതായത് ആർട്ടൊക്കെ സിനിമ പിടിക്കാനോ പരസ്യം പിടിക്കാനോ മറ്റ് ചിത്രീകരണങ്ങൾക്കോ മുതൽക്കൂട്ടാകുമെന്നുള്ള കണക്കൂട്ടിലാണ് ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വന്നതെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ആ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയിൽ തന്നെ ഒരു താരമാണ് ഫർമാൻ ഖാൻ എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിയെ ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഒരു പൊതുപരിപാടിയിലേക്ക് കൊണ്ടുവന്നത് ബോബി ചെമ്മണ്ണൂരാണ്. ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ഏതോ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ ചില സവിശേഷതകളൊക്കെ ഉണ്ട്. കാണാൻ സുന്ദരികളായ സ്ത്രീകളെ, സിനിമാ നടികളെയോ അല്ലെങ്കിൽ അത്തരമുള്ള സെലിബ്രിറ്റീസിനെയാണ് അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കാറുള്ളതും അവരുടെ മുൻപും പിൻപുമെല്ലാം പ്രദർശന
വസ്തുവാക്കി അദ്ദേഹം മാറ്റുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അത്രത്തോളം സാംസ്കാരിക അധപ്പതനം തന്നെയാണ് ഒരു വേള ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നടി ഹണി റോസ് അതിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നതെല്ലാം നമുക്കിപ്പോൾ ഓർക്കുന്നു. അതേ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഈ വെള്ളാരം കണ്ണുള്ള ഈ സുന്ദരിയെ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന ഒരു പൊതുചടങ്ങിൽ പ്രവേശിപ്പിച്ചതും. ഇപ്പോൾ മധ്യപ്രദേശ് നിന്ന് എത്തിയിരിക്കുന്ന പോലീസ് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കേരള ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ MP ആണ്, ഞാൻ കേരളത്തിലെ മന്ത്രിയാണ്, ഞാൻ കേരളത്തിൻ്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് മുന്നിൽ ഇവർ ചെന്ന് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പുലിവാൽ പിടിച്ചൊരു കല്യാണം തന്നെയായില്ലേ ഇത്? പുലിവാൽ പിടിച്ച കല്യാണമാണ് നടത്തിയ എന്ന് പറയുന്നത്. ശങ്കരാടി പറയുന്ന പോലെ ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും ഇട്ട് നടത്തിയൊരു കല്യാണമാണ്. രക്തഹാരം എടുത്തു കൊടുത്തയാൾ ശങ്കരാടിയുടെ സ്ഥാനത്തുള്ള ഒരു ഗോവിന്ദനാണ്. ബാക്കി ഇവർ രണ്ട് റഹീമും ഉണ്ടായിരുന്നു, ശിവൻകുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ ചെയ്യുമ്പോൾ ഞങ്ങൾ നവോത്ഥാനത്തിൻ്റെ കൂടിയാണ്, പുരോഗമനത്തിൻ്റെ കൂടിയാണ് എന്ന് പറയുമ്പം നവോത്ഥാനം പുരോഗമന വസ്തുതകളും ശബരിമലയിൽ ബിന്ദു അമ്മണിയോ അല്ലെങ്കിൽ മറ്റേ കനകദുർഗയെ കൊണ്ടുവന്നത് പോലെ ഇവർക്ക് പറ്റുന്ന കുഴപ്പം ഭീരുക്കളെ പോലെയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് യുവതികളെ പ്രവേശിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ സ്വന്തത്തിൽപ്പെട്ടവരോ SFI പ്പെട്ടവരോ ആര്യരായി തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതുപോലത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നേരെ പകൽ സമയത്ത് ഇവരെ കയറ്റാൻ ശ്രമിക്കാതെ ആരും കാണാതെ ഒളിച്ച് രാത്രിയിൽ മതിൽ ചാടിക്കിടക്കണ പരിപാടിയാണ് ഇവരുടെ പുരോഗമനം നടക്കുന്നത്. അവിടെ അതിൻ്റെ വില, ആ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വില തന്നെ ഇവർ കളയും. ഇവരൊന്ന് ഓർക്കണം, ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് P. കൃഷ്ണപിള്ള പോയി മണിയടിക്കുന്നത് പകൽ സമയത്താണ് അടിക്കുന്നത്. ആരും കാണാതെ രാത്രി പോയി കിടകിടന്ന് അടിച്ചിട്ട് ഓടിപ്പോരുമല്ലേ ഇത്. ആ P. കൃഷ്ണപിള്ള അവിടെ അന്ന് മേടിച്ച മർദ്ദനം, ഇത് രക്തസാക്ഷി പരിവേഷത്തെ ഇവർ വിഭജിക്കുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ. യഥാർത്ഥത്തിൽ ഇവർ വിപ്ലവകാരികളല്ല, മറിച്ച് ഭീരുക്കളാണ്. അല്ല, ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ വലിയൊരു നിരീക്ഷണം അവരുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ ആരാധനാക്രമങ്ങളിൽ കയറി അഭിപ്രായം പറയുന്നതിന് വേണ്ടി ഇത്തരം സംഘടനകൾക്ക് യാതൊരു തരത്തിലുള്ള അർഹതയില്ല എന്ന തരത്തിൽ തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആരാധനാലയങ്ങൾക്കും അവിടുത്തെ പ്രതിഷ്ഠയ്ക്കും ഉള്ള പ്രാധാന്യത്തെ കണക്കിലെടുത്തിട്ട് വേണം അവിടെ പൊതുസമൂഹത്തിന് സമവായം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമത്വം വേണമെന്നൊക്കെ പറയാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ തന്നെ അത് കൃത്യമായി ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10 വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ശബരിമലയും ഇപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഈ പുലിവാൽ കല്യാണവും. ഇപ്പോൾ മധ്യപ്രദേശത്തിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോകും എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ നിന്നും മധ്യപ്രദേശത്തിലേക്ക് വിട്ടയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിക്ക് ആ പെൺകുട്ടി ഒരു കത്ത് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. കേരള മുഖ്യമന്ത്രിക്ക് ഇതാണോ പണി എന്നറിയില്ല. എന്തിന് ഈ കുട്ടി അവിടെ നിന്നും ഈ ഭാഷ പോലും വശമില്ലാത്ത കേരള സംസ്ഥാനത്തിലേക്ക് വന്നു? ആരുടെ കൂടെ വന്നു? മാത്രമല്ല, കേരളത്തിലെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ വെച്ച് ഈ ഫർമാൻ ഖാൻ എന്ന് പറയുന്ന മുസ്ലിം യുവാവിന് ഈ പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്ത A.A. റഹീം എന്ന MP-യും സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനും മന്ത്രിയായ V. ശിവൻകുട്ടിയും എല്ലാം അവിടെ മതേതരമായ നിലപാടുകളെ പുച്ഛിച്ചു തള്ളുന്ന കാഴ്ചയല്ല കണ്ടത്. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ വെച്ച് അത്തരത്തിൽ ഒരു അഹിന്ദുവിനെ ഒരു ഹിന്ദുവായ പെൺകുട്ടിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിലേക്ക് അഹിന്ദുക്കൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു ചട്ടം അവിടെ എന്തായാലും ഉണ്ടാവണം. തന്നെയല്ല, മറ്റൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഒരു മുസ്ലിം യുവാവിന് മറ്റൊരു മതത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിയെ ഇസ്ലാമായി മതം മാറ്റിയതിന് ശേഷമേ സാധിക്കൂ എന്നാണ് അവരുടെ മതം അംഗീകരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം യുവാവിന് ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇസ്ലാം മത വിരോധം കൂടിയല്ലേ ഇവര് കാണിച്ചത്? അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ചേരണം.
അതിന് സമയമെടുക്കും. രണ്ടാലൊന്ന് സംഭവിക്കണം. അപ്പോൾ ഇത് രണ്ടും നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് മധ്യപ്രദേശിൽ നിന്ന് വന്ന പോലീസുകാർ തന്നെ അതിൻ്റെ രേഖകൾ സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ കേരള പോലീസ് ഇത്തരം കാര്യങ്ങൾ അവരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഫർമാൻ ഖാന് 20-ാം തീയതി വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ സ്റ്റേ കൊടുത്തതെല്ലാം അവർ ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ് നമ്മുടെ ബഹുമാന്യനായ MP A.A. റഹീമിനെയും ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ബഹുമാന്യനായ അപ്പൂപ്പൻ മന്ത്രി V ശിവൻകുട്ടിയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ മുതിരുന്നു. ഇനി അവർ ഈ കേസിൽ സാക്ഷികളാകുമോ പ്രതികളാകുമോ എന്നുള്ളതെല്ലാം ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറിയൂ. എന്തായാലും പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ കമ്മീഷന് മുന്നിൽ ഇവരെന്തായാലും ചെല്ലേണ്ടത് വരും, അവർ മൊഴി കൊടുക്കേണ്ടതായി വരും എന്ന് തന്നെ പറയപ്പെടുമ്പോൾ ഈ കേസ് ഇവരുടെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങില്ല. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത്തരം എന്തെങ്കിലും ഗിമ്മിക്സുകൾ കാണിച്ച് പൊതുജന സമൂഹത്തിൽ നിന്ന് ആരും വോട്ട് തട്ടാം എന്നുള്ളൊരു ധാരണ ഇവിടെ വൃഥാവിലായിരുന്നു. ഈ കാര്യത്തിൽ കൃത്യമായി പിടിവീഴും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഈ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലൊരു ചക്കയിട്ട് ഒരു മുയൽ ചത്തതാണ്. അതെ, ആ സംഭവം എന്ന് പറഞ്ഞാൽ ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറയും. അതെ, ഇതുപോലെ തന്നെ മധ്യപ്രദേശിലോ ഹരിയാനയിലോ ആണ് പശുവിനെ കൊന്ന് ഇറച്ചി തിന്നു എന്നുള്ള പേരിൽ ഒരു മുസ്ലിം വൃദ്ധനെ അവിടെയുള്ള വർഗീയവാദികൾ, അങ്ങനെ ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, അതെ, വർഗീയവാദികൾ തല്ലിക്കൊന്നു, അടിച്ചു കൊന്നു. അതിന് പ്രതിഷേധിച്ച് ഇവിടെ അതിലും നമ്മുടെ MP ഇംഗ്ലീഷ് പണ്ഡിതനായ റഹീം സഖാവ് റഹീമുണ്ട്, റഹീമുണ്ട്, അവിടെ റിയാസും ഉണ്ട്, മരുമകനും ഉണ്ട്. ഇവർ ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. എവിടെയാണ് നടത്തുന്നറിയോ? കോഴിക്കോടാണ് നടത്തിയത്. കേരളത്തിൽ എവിടെയും ബീഫ് കഴിക്കുന്നവർ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കഴിക്കുന്നവരുണ്ട്. ഇവിടെ പ്രശ്നമല്ല, ഇവിടെ നടത്തി. കാരണം ഇവിടെ ആകുമ്പോൾ പേടിക്കണ്ട. എന്നാൽ ഇവർ നടത്തേണ്ടിയിരുന്ന എവിടെയാണ്? പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത് എവിടെയാണ്? നടത്തേണ്ടിയിരുന്നത് ഹരിയാനയിലോ മധ്യപ്രദേശിലായിരുന്നു പ്രതിഷേധം നടത്തേണ്ടിയിരുന്നത്. മാത്രമല്ല സാറ്, ഞാൻ അതിൽ മറ്റൊരു സന്ദർഭവശാലും മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഭക്ഷ്യ സംസ്കാരമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരുടെ ഭക്ഷണം അവർക്ക് നിശ്ചയിക്കാം, അതിനൊന്നും യാതൊരു തെറ്റും ആരും പറയുന്നില്ല. എല്ലാം നമുക്കതിനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, മതപരമായ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ മതപരമായ മൂല്യങ്ങളെ എതിർത്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തോട് ഇത്തരത്തിൽ ഇവർ പെരുമാറുമ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും മലപ്പുറത്ത് പോയിട്ട് ഒരു പന്നി ഫെസ്റ്റ് നടത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? അവിടെയാണ് ഈ കപട മതേതരത്വത്തിൻ്റെ BJPക്ക് വളരാനുള്ള വളക്കൂറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പന്നി ഫെസ്റ്റിവൽ നടത്താതെ പശുവിൻ്റെ കാര്യത്തിൽ നടത്തി കഴിയുമ്പോൾ, ബീഫ് ഫെസ്റ്റിവൽ നടത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മുതലെടുക്കാൻ പറ്റുന്ന BJPക്കാണ്. അപ്പോൾ CPMൻ്റെ ഞാൻ പിണറായി വിജയൻ്റെ പേര് തന്നെ പറയാം, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇന്ന് CPMലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ലീഡർഷിപ്പ് BJPയുടെ ആജ്ഞാനുവർത്തികളായി അവർ പറയുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഈ കല്യാണം പോലും ചിലപ്പോൾ നാളെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും റെക്കോർഡ് അനുസരിച്ച് ഈ കൊച്ചിന് പ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൽ ആര് ഹീറോ? BJP ഹീറോ. അതെ, ഇത്തരം പിടിക്കും. ഇവിടെ കേരളത്തിൽ പെൺകുട്ടിയെ അല്ല, അവരത് രാഷ്ട്രീയപരമായി തന്നെ കണക്കിലെടുത്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഈ അന്വേഷണങ്ങൾ കൃത്യമായി ഇങ്ങോട്ട് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. കൃത്യമായി അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയം ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് മതേതരമായ നിലപാടുകൾ ഇവിടെ പുലരട്ടെ. രണ്ടു കൂട്ടർക്കും പരസ്പരം ഉഭയസമ്മതപ്രകാരം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വിവാഹം കഴിക്കട്ടെ, മറ്റാർക്കും എന്താണ് അതിൽ ഒരു വിഷയം. പക്ഷെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ വിവാഹം കഴിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അത് ശൈശവ വിവാഹത്തിന് കൂട്ടുനിന്നതായി തന്നെയാണ് പറയുക. പോക്സോ കേസ് എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിയമരാഹിത്യം തന്നെയാണ്, നിയമലംഘനമാണ്. എന്തായാലും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അതിന് മറുപടി പറയേണ്ടതായി വരും. V ശിവൻകുട്ടിയെയും A.A. റഹീമിനെയും MP ഗോവിന്ദനെയും എല്ലാം ഈ ഒരു കേസിൽ അഴിയേണ്ടതായി വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം. അഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇവർ ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹിക സംഘർഷങ്ങൾക്ക് ആരും ഉത്തരം പറയും. ഇത് ചെറിയ കേസല്ല. ഇത് നാളെ പലതരത്തിലേക്ക് ഒരു വളർത്തിക്കൊണ്ടുവരും. രണ്ടു കൂട്ടരും. തീർച്ചയായും മധ്യപ്രദേശിൽ BJP മുതലെടുക്കും, കേരളത്തിൽ CPM മുതലെടുക്കും. ഇപ്പൊ എല്ലാം അങ്ങനെ ഏത് കേസും അങ്ങനെ പോകുന്നത്. അല്ല, ഇങ്ങനെ വരും വരായികൾ ആലോചിക്കാതെ ഈ കാളെ പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു ചൊല്ലുപോലെ ഇവര് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കണേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവരിവിടെ രാഷ്ട്രീയ അഭയം തേടി വന്നവരൊന്നും അല്ലല്ലോ. അവർക്ക് അങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ളതിന് ഇല്ല, നിയമാനുസൃതമായ വ്യവസ്ഥാപിതമായ രീതികളിലൂടെ അവർക്ക് കല്യാണം കഴിക്കുമല്ലോ. അവർ പ്രായപൂർത്തിയായവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ അനുവദനീയം. രാജസ്ഥാനും MP ഉണ്ടല്ലോ, രാജസ്ഥാനിൽ CPM MP ഉണ്ട് തൊട്ടടുത്ത സംസ്ഥാനത്ത്. അവിടെ കേരളത്തിലേക്ക് വന്നതിന് അവിടെയൊക്കെ നിയമപരമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നടത്താൻ ആരാണ് തടസ്സം
തടസ്സം നിൽക്കുകയാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമല്ലോ. അപ്പം എന്തായാലും ഇതിലൊരു രഹസ്യ അജണ്ട ഇവർ പാലിക്കാൻ നോക്കിയതുപോലെ ഈ കൃത്യമായി ഇതിൽ നിയമവൃത്തങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നടപടികൾ നേരിടേണ്ടതായി വരും. അവിടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് മുൻപിൽ ഞാൻ MP ആണെന്നോ, ഞാൻ കേരളത്തിലെ മന്ത്രിയാണെന്നോ, ഞാൻ സംസ്ഥാന CPM-ന്റെ നേതാവാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നും അവിടെ യാതൊരു തരത്തിലും ആനുകൂല്യം കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ കുറച്ചൊക്കെ ഇവർ വെള്ളം കുടിക്കേണ്ടതായി വരും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിന് മറുപടി പറയേണ്ടതായി വരും. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.